നമസ്കാരമുണ്ട്. എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ അളഗപ്പ പോളിടെക്നിക്കിൻ്റെ അടുത്തായിട്ട് വരും എൻ്റെ ഈ കൊച്ചു ഗാർഡൻ. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6-7 കൊല്ലമായി ഇതിനോടൊരു ജ്വരം നിലനിർത്തി പോണു ഞാൻ. എന്ത് പാഴ്വസ്തുക്കൾ കിട്ടിയാലും ഞാൻ അത് നമുക്ക് പറ്റിയതാണെങ്കിൽ കൊണ്ടുവന്ന് എൻ്റെ ഗാർഡനിൽ ഞാൻ സെറ്റ് ചെയ്യും. അതിനൊരു വെറൈറ്റി രൂപത്തിലാക്കി ആളുകൾക്ക് കണ്ട് രസിക്കാവുന്ന ഒരു ഗാർഡനാക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചന്ദ്രേട്ടാ, ഈ പാഴ്വസ്തുക്കളൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് അല്ലാതെ കിട്ടാൻ എന്താണ് മാർഗം? എനിക്ക് എൻ്റെ ജോലി തെങ്ങ് കയറ്റാണ്. അപ്പോൾ അവിടെ കണ്ടമാന വീടുകളിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവരൊക്കെ വലിച്ചെറിയുന്ന ഓരോ സാധനങ്ങളൊക്കെ ഞാൻ കാണും. അതൊക്കെ ഞാൻ അവരോട് ചോദിച്ച് ആ വണ്ടിമാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് നമ്മുടെ ഒരു ഒഴിവ് പ്രകാരം ഇരുന്ന് അതിൻ്റെ ഓരോ രൂപങ്ങൾ കണ്ട് അതിന് സെറ്റ് ചെയ്യും. പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യും. ഒരു വെറൈറ്റി രീതിയിൽ ഞാൻ അത് സെറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാ വീടുകളിൽ പോയാലും ഓരോരുത്തർ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവരും. ആദ്യം ഞാൻ കുറച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഹരമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ചട്ടികളൊന്നും ഇങ്ങനെ കാശ് കൊടുത്തൊന്നും മേടിക്കാറൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അത് നോക്കിയാലറിയാം, എല്ലാ വക സാധനങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി കിട്ടിയാലും ഇനി കൊണ്ടുവന്ന് ഇത് ഒന്നും കൂടി വിപുലീകരിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഇതിപ്പോൾ എത്ര സെൻറ്റിലാണ് ഇപ്പോൾ ആകെ ഈ ചെടി നിൽക്കുന്നത്? ഒരു 1.5 സെൻറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇത് ഫുള്ള് കവർ ചെയ്തേക്കാണ്. 1.5 സെൻറ്റേ ഉള്ളൂ ആകെ? 1.5 സെൻറ്റ് സ്ഥലമാണ്. 1 ഇഞ്ച് സ്ഥലം വിട്ടിട്ടില്ല അല്ലേ? ഞാൻ വെക്കാൻ സ്ഥലമില്ല. മാറ്റിയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പുതിയത് ഒരുപാട് ചെടികൾ ഓരോരുത്തർ തരുകയും പുതിയ വെറൈറ്റി സംഭവങ്ങൾ. അതായത് നമ്മൾ ഒരു ചെടി ഒരു ചട്ടിയിൽ വെക്കുന്നതും ആ ചെടി 10 ചട്ടിയിൽ വെച്ച് കാണുന്നതും ഒരു 2 ലുക്കാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് 3-4 ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഗാർഡൻ ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ മറ്റുള്ള ചെടികളും കൂട്ടത്തിലുണ്ട്. പക്ഷേ കാണാൻ നമുക്കൊരു കൗതുകം, മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ഒരു കൗതുകമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കുറേശ്ശെ കട്ട് ചെയ്ത് വേറെ പുതിയ ചട്ടികളിലേക്ക് ആക്കി സെറ്റ് ചെയ്യും. വീട്ടിൽ ഇവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും എൻ്റെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചന്ദ്രേട്ടാ, ഇത് നനയ്ക്കാനൊക്കെ ഇപ്പം ചന്ദ്രേട്ടൻ ജോലിക്ക് പോയാൽ പിന്നെ ആരാ ചെയ്യാതെ? ഞാൻ കാലത്ത് ജോലിക്ക് പോയാൽ ഏതാണ്ട് ഒരു 2 മണി വരെ ജോലി ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആണ്. അത് വരെയുള്ള മേൽനോട്ടൊക്കെ നമ്മുടെ ആള് നോക്കും. ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് കാണാൻ വരാറുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളെ കണ്ടമാനം വന്ന് പോയിട്ടുണ്ട്. ആൾക്കാർ വരാറുണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇതിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ വന്ന് കണ്ടു പോകാറുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അല്ലേ. എല്ലാവരും നല്ല സഹകരണമാണ്. പിന്നെ ആട്ടി കൊടുത്താൽ ഇങ്ങനെ അവിടെ നിന്ന് ആടിക്കൊണ്ടേയിരിക്കും. ട്യൂബിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് 5-6 കൊല്ലമായി സെറ്റ് ചെയ്തിട്ട്. ഈ തൂണ് പോലെ കാണുന്നത് ട്യൂബ് ലൈറ്റ് ആണല്ലേ? ട്യൂബ് ലൈറ്റ് ആണല്ലേ? ഇതൊക്കെ അവിടെ സംഘടിപ്പിച്ചു. ഇത് ലൈറ്റ് കത്തുന്നതാണോ? അല്ല, ഇത് ലൈറ്റ് കത്തുന്നതാണ്. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്. മൊത്തം വെളിച്ചം വേണ്ട നമുക്ക് രാത്രി. ഒരു ഇത് വെച്ച് കൊടുത്തിരിക്കുക. ഇതൊരു മരത്തേലാണ് അതിന്റെ ചിത്രീകരണം മുഴുവൻ അല്ലേ? ഇതൊക്കെ ഒരാൾ തന്നതാണ് നമുക്കൊരു ഗരുഡന്റെ ഒരു അത് ഗരുഡൻ ഇതൊക്കെ കുപ്പികളാണ്. പിന്നെ ഇതൊക്കെ തെങ്ങിന്റെ ഓരോ പീസിൽ ചെയ്ത് വെച്ചാണ് വർക്കുകളാണ്. എല്ലാം മരത്തിന്റെ ഓരോ പീസുകളാണ്.